ബഹുമാനപ്പെട്ട അധ്യക്ഷ സുഹൃത്തെ ഡോക്ടർ വർഗീസ് ജോർജ്, അഡ്വക്കേറ്റ് ഹമീദ് എസ് വടുതല, ശ്രീമാൻ കെ ഗോപൻ, രാമദാസ് പന്തപ്ലാവിൽ, മിസ്റ്റർ അഭിലാഷ് എസ് ആൻഡ് അഡ്വക്കേറ്റ് മാത്യു വേളങ്ങാടൻ, മിസ്റ്റർ ആർ രാജേഷ് MLA, കെ രഘു, കെ ബാലകൃഷ്ണൻ, സുഹൃത്തുക്കളെ, സഭാവാസികളെ, ഇന്ന് കെ എം കൃഷ്ണപിള്ള സ്മാരക സമിതി സംഘടിപ്പിക്കുന്ന ഫ്രീ തിങ്കർ അവാർഡ് ദാനത്തിൻ്റെ ദിവസമാണ്. അതിൻ്റെ പരിപാടിയാണ് ഇവിടെ പ്രധാനമായി ഊന്നി കൈകാര്യം ചെയ്യുന്നത്. സ്വാഭാവികമായും മിസ്റ്റർ കെ എം കൃഷ്ണപിള്ള ജീവിച്ച ജീവിത രീതിയും വർത്തമാന സമൂഹത്തിൻ്റെ അവസ്ഥയും ഒന്ന് തട്ടിച്ചു നോക്കി അദ്ദേഹത്തിൻ്റെ സ്മരണ പുതുക്കുന്നതിൻ്റെ പ്രസക്തി തിരിച്ചറിയുക എന്നത് വളരെ പ്രധാനമാണ്. ഒന്നാമതായി, ഇന്ത്യ ഇന്ന് ഒരു പുതിയ വെല്ലുവിളിയുടെ മണ്ഡലത്തിലൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കെല്ലാം അറിയാം, ഇന്ത്യ നമ്മുടെ സ്വതന്ത്ര ഭാരതമായതോടുകൂടി അതിൻ്റേതായ ഒരു ഭരണഘടന നാം സന്തോഷപുരസ്സരം സ്വീകരിച്ചു. ആ ഭരണഘടനയിൽ ഇന്ത്യയെ ഒരു സോഷ്യലിസ്റ്റ് സെക്കുലാർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായിട്ടാണ് നാം വിഭാവനം ചെയ്തത്. സോഷ്യലിസ്റ്റ് സങ്കല്പത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഒരാളാണ് ശ്രീമാൻ കൃഷ്ണപിള്ള സാർ. അത് ദേശീയ ലക്ഷ്യത്തിൻ്റെ ഒരു ഭാഗമാണ്. രണ്ടാമത്തത് മതനിരപേക്ഷതയാണ്. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് അദ്ദേഹം ശുദ്ധ യുക്തിവാദിയായത്. വാചകങ്ങളിലും പ്രസംഗങ്ങളിലും മാത്രമല്ല, ജീവിതത്തിലും യുക്തിവാദം പ്രയോഗവൽക്കരിച്ച് കാണിച്ചു കൊടുത്ത ഒരു മഹാശയനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹം വിഭാവനം ചെയ്ത, അദ്ദേഹം എന്തിനു വേണ്ടി പ്രവർത്തിച്ചുവോ ആ മതനിരപേക്ഷതയുടെ വർത്തമാനകാല അവസ്ഥ നാം പരിശോധിക്കേണ്ടതാണ്. ജനാധിപത്യം നമുക്ക് പരിചയമുണ്ട്, അതിൻ്റെ വിശദാംശമൊന്നും പറയുന്നില്ല. നമുക്ക് പരിചയമുള്ള ജനാധിപത്യം യഥാർത്ഥ ജനാധിപത്യത്തിൻ്റെ ഗുണവിശേഷങ്ങൾ പലതും ചോർന്നു പോയ ഒരു ജനാധിപത്യ അവസ്ഥയിലൂടെയാണ് ജനാധിപത്യവും കടന്നു പോകുന്നത്. ദേശീയ ലക്ഷ്യങ്ങളാണ് ഈ രീതിയിൽ ഇവിടെ വെല്ലുവിളിക്കപ്പെടുന്നത്. ഞാനിതിലെ എല്ലാ ഭാഗത്തേക്കും കടക്കുന്നില്ല. ഞാനതിൻ്റെ ആ മതനിരപേക്ഷ ഭാഗത്തിൽ ഊന്നി ചില കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യ ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ് എന്ന് നാം പ്രകടമായി സമ്മതിക്കും, എല്ലാവരും സമ്മതിക്കും. പക്ഷേ ഒരു മതനിരപേക്ഷ രാഷ്ട്രത്തിൽ ഒരു വർഗീയ പ്രസ്ഥാനം, മത തീവ്രവാദം ശക്തമായി ഉയർത്തിപ്പിടിക്കുന്ന ഒരു വർഗീയ പ്രസ്ഥാനം, ഒരു വർഗീയ ഫാസിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് അധികാരത്തിലിരിക്കുന്നു. അപ്പോൾ മതനിരപേക്ഷത സംരക്ഷിക്കാൻ ഒരു ഫാസിസ്റ്റ് ഹിന്ദു വർഗീയ പ്രസ്ഥാനം അധികാരത്തിൽ വന്നാൽ മതനിരപേക്ഷതയ്ക്ക് എന്ത് പറ്റും, ജനാധിപത്യത്തിന് എന്ത് പറ്റും, സോഷ്യലിസത്തിന് എന്ത് പറ്റുമെന്ന് പറയേണ്ടതില്ല. പലതും പറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉത്തരേന്ത്യയിലെ UP നിന്ന് വരുന്ന വാർത്തകൾ അതിൻ്റെ ഭീകരമായ പുതിയ ദിശയെ നമ്മെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു സംസ്ഥാന ഭരണത്തിൻ്റെ അധിപൻ പോലും വർഗീയ തീവ്രവാദ സംഘത്തിൻ്റെ നേതാവായി വായെ കൊള്ളാത്ത അതിതീവ്രവാദം ഉച്ചരിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ആളുകളെ മുഴുവൻ നശിപ്പിക്കാൻ ശ്രമിച്ച ഒരു പ്രസ്ഥാനത്തിൻ്റെ വക്താവായിരുന്ന ഒരാൾ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായി വന്നാൽ നമ്മുടെ ഭാരതം നേരിടാൻ പോകുന്ന പ്രതിസന്ധിയുടെ ഗൗരവം നമുക്കറിയാം. ഇതൊരു വളരെ വലിയ ഭീകരമായൊരു വൈരുദ്ധ്യമാണ്. മതനിരപേക്ഷത ഒരു ഭാഗത്ത് ആവശ്യപ്പെടുന്നത് ബഹുജന ജീവിതത്തിൽ മതം വേണ്ട എന്നല്ല, ബഹുജന ജീവിതത്തിലെ സാമൂഹ്യ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ മതം നേരിട്ടിടപെടേണ്ട, മതം മനുഷ്യൻ്റെ ആത്മീയ മണ്ഡലത്തിൽ ഒതുങ്ങി പ്രവർത്തിച്ചാൽ മതി. രാഷ്ട്രീയത്തിൽ നിന്ന് മതത്തെ വേർതിരിച്ച് നിർത്തുന്ന ഒരു രാഷ്ട്രീയ ദർശനമാണ് മതനിരപേക്ഷത. ഈ തത്വം ആവിഷ്കരിക്കപ്പെടുന്നത് ഇന്ത്യയിലെ മതനിരപേക്ഷവാദികളല്ല, ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരോ സോഷ്യലിസ്റ്റുകാരോ ഒന്നല്ല ആ ഡെഫിനിഷൻ കൊണ്ടുവരുന്നത്.
200 കൊല്ലം മുമ്പ് വന്ന അമേരിക്കൻ ഭരണഘടനയുടെ ആവിഷ്കാരകർത്താവായ തോമസ് ജെഫേഴ്സൺ ആദ്യമായിട്ട് അവർക്ക് അവതരിപ്പിച്ച അമേരിക്കൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടന മതത്തെ രാഷ്ട്രീയത്വം ഭരണകൂടത്വം വേർതിരിക്കുന്ന ഗൗരവമേറിയൊരു വേർതിരിവാണ്. ലോകരാഷ്ട്രീയത്തിൽ മതനിരപേക്ഷതയുടെ അടിസ്ഥാനപരമായ ഒരു പ്രമാണം വരുന്നത് അവിടെ നിന്നാണ്. അത് സോവിയറ്റ് റഷ്യയും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രങ്ങളും മറ്റ് സോഷ്യലിസ്റ്റ് രാഷ്ട്രങ്ങളുമെല്ലാം പിന്നീട് ആവർത്തിച്ചു. ഇന്ത്യയും അത് ഏറ്റെടുത്തു. അങ്ങനെ അന്തർദേശീയ അംഗീകാരം മതനിരപേക്ഷതയ്ക്ക് കൈവരികയാണ്. അതിന് ചുരുക്കം ഇതാണ്: രാഷ്ട്രീയത്തിൽ നിന്ന് മതത്തെ വേർപെടുത്തണം. അത് മാത്രം പോരാ. രാഷ്ട്രീയത്തിൽ മതത്തെ വേർതിരിക്കുന്നതോടൊപ്പം തന്നെ അമേരിക്കൻ ഭരണകൂടം വിദ്യാഭ്യാസ സംവിധാനത്തെയും മതത്തിൽ നിന്ന് വേർതിരിച്ചു. സോവിയറ്റ് റഷ്യ ഈ 2 കാര്യങ്ങളും അവരുടെ ഭരണഘടനയിൽ നടപ്പാക്കി. പക്ഷേ സോവിയറ്റ് റഷ്യ ചെറിയൊരു പടി മുന്നോട്ട് പോയി. മതസ്വാതന്ത്ര്യം സോവിയറ്റ് റഷ്യയിൽ അനുവദിച്ചതോടൊപ്പം തന്നെ മതവിശ്വാസത്തിനെതിരായ പ്രചരണം നടത്താനുള്ള സ്വാതന്ത്ര്യവും സോവിയറ്റ് പൗരന്മാർക്ക് സോവിയറ്റ് റഷ്യ അനുഭവിച്ചു കൊടുത്തു. ആ സ്വാതന്ത്ര്യം വേറെ പലരും അനുഭവിച്ചിട്ടില്ല. മതത്തിന് അനുകൂലമായ പ്രചാരവേല നടത്താനുള്ള സ്വാതന്ത്ര്യം മതവിശ്വാസിക്കുള്ളതുപോലെ മതത്തിന് എതിരായ പ്രചാരവേല നടത്താനുള്ള സ്വാതന്ത്ര്യം മതേതര വിശ്വാസികൾക്ക് നൽകണമെന്ന ജനാധിപത്യ ബോധം അവിടെ നമ്മൾ കാണുന്നുള്ളൂ. ഇന്ത്യയിലെ സ്ഥിതി എന്താ? ഇന്ത്യയിൽ അതില്ല. ഭരണഘടന പോലും അനുവദിക്കുന്നില്ല. ഇന്ത്യയുടെ ഭരണഘടനാപരമായി മതനിരപേക്ഷമാണെന്ന് പറയാം. പക്ഷെ മതനിരപേക്ഷ തത്വങ്ങളെ ഫലപ്രദമായി നടപ്പാക്കുവാൻ നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്നില്ല എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പക്ഷേ ചില സുപ്രീം കോടതി വിധികളിൽ ഞാൻ ഈ പറഞ്ഞ ആശയങ്ങളൊക്കെ ഇന്ത്യയിൽ ഭരണഘടനയിൽ ഉണ്ടെന്നൊക്കെയുള്ള വിധികൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും 1994 അസംബ്ലി ഡിസൊല്യൂഷൻ കേസിലെ സുപ്രീം കോടതി വിധിയുണ്ട്. അത് വളരെ കണിശമായി പറഞ്ഞു, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതത്തെ വേർതിരിക്കണം. ആവർത്തിച്ചത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷനും വളരെ വ്യക്തമായി പറഞ്ഞു മതത്തെ രാഷ്ട്രീയത്തിൽ വേർതിരിക്കണം. പക്ഷെ പ്രയോഗത്തിൽ വേർതിരിച്ചോ? മതപ്രചാരണം കൊണ്ട് രാഷ്ട്രീയം മുഖരിതമായ ഒരു അന്തരീക്ഷത്തിലൂടെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോയത് എന്ന് എല്ലാവർക്കും അറിഞ്ഞൂടെ? അതും മതപ്രചരണം എന്ന് പറഞ്ഞാൽ എന്ത് തരം മതപ്രചരണം? മതം മലീമസമായി ജീർണമായി അളിഞ്ഞഴുകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണ് വർഗീയത. മതം ഇങ്ങനെ ഇത്തിരി മോശമായാലൊന്നും ഒരു വലിയ അപകടം പിടിച്ച സാധനമൊന്നുമല്ല. പല മതസംഘടനകളും നമ്മുടെ നാട്ടിലുണ്ടല്ലോ. അതിൽ കുറച്ച് മര്യാദക്കാരുണ്ട്, മര്യാദ കെട്ടവരുണ്ട്, ലേശ ഏറ്റക്കുറവുള്ളവരുണ്ട്. എല്ലാവരും ഒരുപോലെയല്ല. അത് മതത്തിന് ബാധകമാണ്. പക്ഷേ അത് വർഗീയതയായി മാറുമ്പോഴേക്കും മനുഷ്യനെ തിരിച്ചറിയാൻ കഴിയാത്തൊരവസ്ഥ ആ വർഗീയ ചിന്തയ്ക്ക് കടന്നു വരുന്നു. മാനവികതയുടെ മോചനത്തിന് മതം ഉപയോഗിക്കണമെന്നത് മതപണ്ഡിതന്മാരൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. ഏത് മതദർശനം എടുത്തു നോക്കിയാലും മാനവികതയുടെ മഹത്തായ ദർശനങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നു എന്ന് പറയും. പക്ഷെ അതോടൊപ്പം തന്നെ മനുഷ്യത്വ നിഷേധപരമായ നിലപാടുകളും അതിൽ കാണും. ഇത്തരം ഒരു അവസ്ഥയിൽ ഈ മതത്തിൻ്റെ ജീർണത അതിൻ്റെ ഭീകരമായ മുഖത്തിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ രാഷ്ട്രീയം മതേതരവൽക്കരിക്കാൻ കഴിയില്ല. ഭരണകൂടമാണ് അത് ചെയ്യേണ്ടത്. മതത്തെ രാഷ്ട്രീയത്തിന് വേർപെടുത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ ജനറൽ സെക്രട്ടറി ആകുമ്പോൾ നാഷണൽ സെക്രട്ടറി ആയിരിക്കുന്ന ഞങ്ങളെ സംഘടന ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ റാഷണലിസ്റ്റ് അസോസിയേഷൻ 2007-ലും 1915-ലും പാർലമെൻറ്റിൽ ഞങ്ങൾ ധർണ നടത്തി. അവിടെ ദേശീയ സെമിനാർ നടത്തി. ഇന്ത്യ ഗവൺമെൻറ്റിന് മതത്തെ രാഷ്ട്രീയത്തിന് വേർപെടുത്തണമെന്നുള്ള ഞങ്ങളുടെ ഒരു പ്രൈവറ്റ് ബില്ലുണ്ടാക്കി ഗവൺമെൻറ്റിന് കൊടുത്തു. ഗവൺമെൻറ് ബില്ലുണ്ടാക്കാനൊക്കെ അവർക്ക് ഒഴിവിട്ടില്ല. അത് അവർക്ക് ഇഷ്ടമില്ലാത്തൊരു വിഷയമാണല്ലോ. അതുകൊണ്ട് ബില്ല് ഞങ്ങൾ ഉണ്ടാക്കി കൊടുത്തു. പക്ഷെ തൊട്ടു നോക്കാൻ ഭരണാധികാരികൾ കഴിഞ്ഞ 5-10 കൊല്ലക്കാലമായി ശ്രമിച്ചിട്ടില്ല. അപ്പം മതത്തെ രാഷ്ട്രീയത്തിന് വേർപെടുത്തുക എന്ന് പറയുന്നത് മതനിരപേക്ഷതയുടെ അടിസ്ഥാന പ്രമാണം നടപ്പാക്കാനുള്ള ആയുധമാണ്. മതത്തെ രാഷ്ട്രീയത്തിന് വേർപെടുത്തിയാൽ വർഗീയ മത പാർട്ടികൾക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പറ്റുമോ? പറ്റൂല. ഇത് നമ്മളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ തിരിച്ചറിയുകയും 2007 ഞാനവിടെ പാർലമെൻറ്റിൽ ഈ ബില്ല് കൊടുത്തതാണ്. അന്ന് UPA ഭരിക്കുന്ന കാലമാണ്. അന്ന് ആ ബില്ലിൻ്റെ അന്തസത്ത തിരിച്ചറിഞ്ഞ് അന്നത്തെ ഭരണകൂടം ആ ബില്ല് നടപ്പാക്കിയിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തരുന്ന ഒരു ഭീകരമായ വെല്ലുവിളിയെ അവർക്ക് നേരിടേണ്ടി വരുമായിരുന്നില്ല. ഇന്ന് ഹിന്ദു വർഗീയ രാഷ്ട്രീയത്തിൻ്റെ വെല്ലുവിളിയാണ് അവർ നേരിടുന്നത്. അത് നേരിടുന്നതിൽ അവർ വളരെയധികം ക്ഷീണത്തിലൊരവസ്ഥയെ കൂടിയാണ് ഇന്ത്യ പോകുന്നത്. അതും ഇന്ത്യക്കൊരു വളരെ അപകടം പിടിച്ചൊരവസ്ഥയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്തൊരു പാർട്ടിയായിരിക്കാം. അതുകൊണ്ട് മാത്രം ആ കോൺഗ്രസിൻ്റെ ദേശീയ പ്രസക്തി ഇല്ലാതാകുന്നില്ല.
ഇന്ത്യയിലെ വർഗീയ പ്രസ്ഥാനങ്ങളെ തടുത്തു നിർത്തുന്നതിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പോലെയുള്ള ഒരു ജനാധിപത്യ മതനിരപേക്ഷ പ്രസ്ഥാനത്തിന് കഴിയേണ്ടതാണ്. പക്ഷെ അവർ ചെയ്യാൻ ശ്രമിച്ചില്ല. അവർക്കതിന് താല്പര്യമുണ്ടായില്ല. എന്തോ കാരണം, ഞാനതിലേക്ക് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അതിൻ്റെ അനന്തരഫലം അനുഭവിക്കുന്നതരാം അവർ മാത്രമല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മാത്രമല്ല, ഇന്ന് ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനത, പ്രത്യേകിച്ചും കീഴാള ജനത മുഴുവൻ അതിൻ്റെ ദുരിതമനുഭവിക്കുകയാണ്. ന്യൂനപക്ഷ ജനത മുഴുവൻ അതിൻ്റെ ദുരിതമനുഭവിക്കുകയാണ്. ജനാധിപത്യ ജനത അത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. പുരോഗമനവാദികൾ അത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഫ്രീ തിങ്കേഴ്സ് അത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ യുക്തിവാദികളും അത് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വന്തം അഭിപ്രായം പറഞ്ഞാൽ വെടിവെച്ച് കൊല്ലുന്ന, ബോംബ് ചെയ്ത് കൊല്ലുന്ന, തോക്കെടുത്ത് വെടിവെക്കുന്ന ഒരവസ്ഥ. ഇന്ത്യയിലെ 3 പ്രസിദ്ധന്മാരായ യുക്തിവാദികളെ 3 ആളും അക്കാഡമിക് പണ്ഡിതന്മാരാണ്. ഒന്ന് നമ്മളെ പൂനെയിലുണ്ടായിരുന്ന മഹാരാഷ്ട്രയിലെ ഡോക്ടർ ദാബോൾക്കർ വെടിവെച്ചു കൊന്നില്ലേ, യാത്ര നടക്കാൻ പോകുമ്പോൾ ബാക്കിൽ നിന്ന് വെടിവെച്ചു കൊന്നിരിക്കുക 2 ബൈക്കിൽ വന്ന 2 ചെറുപ്പക്കാർ. അതുപോലെ തന്നെയാണ് കലബുർഗി, കർണാടകയിൽ തന്നെ ഒരു റിട്ടയേർഡ് പ്രൊഫസർ കലബുർഗി. അദ്ദേഹം വീട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിളിച്ച് പുറത്തേക്ക് വന്നപ്പോൾ ആ വീട്ടിലിട്ട് വെടിവെച്ച് കൊല്ലുക ചെയ്തിട്ടുള്ളത്. അദ്ദേഹം യുക്തിവാദി സംഘത്തിലൊന്നും അംഗമല്ല. അയാൾ പക്ഷേ നമ്മൾ നാരായണ ഗുരുവിൻ്റെ മാതിരി അവിടുത്തെ മാനവിക ജനാധിപത്യ പ്രസ്ഥാനത്തെ വളർത്താൻ വേണ്ടി മതബോധത്തെ നന്നായി പ്രയോഗിച്ച ഒരു വിശിഷ്ട വ്യക്തിയാണ്. ഹംപി സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ട് റിട്ടയർ ചെയ്ത ഒരാളെ, അയാളെയാണ് വീട്ടിൽ പോയി വെടിവെച്ച് കൊല്ലുന്നത്. അതുപോലെയാണ് CPIയുടെ നേതാവും യുക്തിവാദി പ്രസ്ഥാനത്തിൻ്റെ ശക്തനുമായ നേതാവുമായിരുന്ന ഗോവിന്ദ് പൻസാരിയെ അടുത്ത 3-ാം കൊല്ലം അതും കൊന്നു. 3 ആളെ ഓരോ കൊല്ലമായിട്ട്, ഒരു കൊല്ലത്തിലെ 2 ആളെ ഒന്നിച്ചു കൊന്ന്. ഇത് ഇവിടെ നടന്നതാണ്. അപ്പോൾ യുക്തിചിന്തയ്ക്ക് ഇവിടെ സ്വാതന്ത്ര്യമുണ്ടോ? ഫ്രീ തിങ്കിങ് എന്ന് പറയുന്നത് എന്താണ്? യുക്തിചിന്തയുടെ ഒരു പൂർവ അവസ്ഥയിലുള്ള ഒരു പ്രാരംഭകാല ചിന്തയാണ് ഈ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്നത്. സ്വതന്ത്ര ചിന്തകന്മാരാണ് യുക്തിവാദികളും മറ്റ് വിഭാഗങ്ങളൊക്കെ ആയിട്ട് വേർതിരിയുന്നത്. ഈ കൃഷ്ണപിള്ള തന്നെ ഒരു ഫ്രീ തിങ്കർ എന്ന നിലയിൽ നിന്ന് പിന്നീട് യുക്തിവാദ ചിന്തയിലേക്ക് വന്ന ആളാണ്. നമ്മുടെ ഇവിടെ തന്നെ നമ്മൾ ആദരിക്കുന്ന മറ്റു പലരും ഫ്രീ തിങ്കേഴ്സ് ചിന്തയുടെ വക്താക്കളും പ്രവർത്തകരുമാണ്. അതിനൊരു ഊന്നലുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹത്തിൻ്റെ ഈ അവാർഡിൻ്റെ പേര് തന്നെ ഫ്രീ തിങ്കർ അവാർഡ് എന്ന് പറയാൻ കാരണം. ഈ ഫ്രീ തിങ്കിങ് നടത്തിയാൽ പോലും ഇപ്പം നിങ്ങൾക്ക് ജീവിച്ചിരിക്കാൻ കഴിയുമോ എന്ന് ഉറപ്പില്ല. ഞങ്ങൾക്ക് മിനിയാന്ന് 4-ാം നാളാണെന്ന് തോന്നുന്നുണ്ട്, ഞാൻ കോയമ്പത്തൂരിൽ പോയി. അവിടെ ഒരു ചെറുപ്പക്കാരൻ, ഫാറൂഖ് എന്ന ചെറുപ്പക്കാരൻ ദൈവമില്ലാന്ന് ഫേസ്ബുക്കിൽ എഴുതി വെച്ചു. ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു ആശയം എഴുതിയതിന് ആളെ വീട്ടിൽ പോയി, ആളെ ഇതേമാതിരി വീട്ടിൽ നിന്ന് വല്ല സുഹൃത്തുക്കൾ പുറത്ത് കൂട്ടിക്കൊണ്ടുപോയി, സ്വകാര്യം പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി പുറത്ത് വെച്ച് വെടിവെച്ച് കൊല്ലുക. ഒറ്റ മുറിയിൽ ഒരു വീട്ടിൽ ഭാര്യയും 2 മക്കളും, 13ഉം 8ഉം വയസ്സുള്ള 2 മക്കളും. ആ കുടുംബത്തിൻ്റെ അവസ്ഥ അറിയാനും അവരെ എങ്ങനെ സഹായിക്കണമെന്ന് അന്വേഷിക്കാനാണ് ഞാനവിടെ പോയത്. എന്തായാലും വരുന്ന മാസം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ഒരു ചെറിയ സഹായനിധി കൊടുക്കാനുള്ള ഒരു തീരുമാനം ഞങ്ങളവരെ അറിയിച്ചിട്ടുണ്ട്. അതിലാരൊക്കെ എങ്ങനെ സംഘടിപ്പിക്കണം എന്നൊക്കെ അവർക്കൊരു സന്മനസ്സായി മനസ്സൊന്ന് സ്വതന്ത്രമായി കഴിഞ്ഞാൽ തീരുമാനിക്കും. ഏപ്രിൽ 9-ന് ആ കാര്യം തീരുമാനിച്ച് നടപ്പാക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഞാൻ പറയുന്നത് ഒരു സാധാരണ ചെറുപ്പക്കാരൻ, വലിയൊരു കോളികളെ കണ്ടാക്കാൻ കഴിയുന്ന ആളൊന്നുമല്ല. എന്നിട്ട് ആ ചെറുപ്പക്കാരൻ ഒരു ഫേസ്ബുക്കിലൊരു ലേഖനം എഴുതിയതിന്, അത് തന്നെ കൊച്ചു ലേഖനമല്ലേ ഫേസ്ബുക്കിൽ വരുള്ളൂ, ഒരു പ്രബന്ധം പോലും ആവില്ലല്ലോ. ഒരു ചെറിയ പ്രസംഗത്തിൻ്റെ പത്രത്തിൽ വരുന്ന വാർത്ത പോലെ 2 മണിക്കൂർ പ്രസംഗം പത്രത്തിൽ വന്നാൽ 4 വരിയാണ് ഉണ്ടാകുക. അതുപോലത്തെ ഒരു വാചകമാണ് അദ്ദേഹം കൊടുത്ത്. അതിന് വെടിവെച്ച് കൊല്ലേണ്ട കാര്യമുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവകാശമില്ലേ? ഇന്ത്യൻ ഭരണഘടനയിൽ 21-ാമത്തെ ഒരു വകുപ്പുണ്ട്, റൈറ്റ് ടു ലൈഫ്, ജീവിക്കാനുള്ള അവകാശമാണ്. അതിവിടെ ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കുണ്ട്. അവിടുത്തെ മതവിശ്വാസിക്കുള്ള അത്രയും അവകാശം ഇവിടുത്തെ മതേതര വിശ്വാസിക്കുണ്ട്, യുക്തിവാദിക്കുണ്ട്, ഭൗതികവാദിക്കുണ്ട്. ഈ അടുത്ത കാലത്താണ് ബോംബെ ഹൈക്കോടതി വളരെ വ്യക്തമായൊരു വിധി പറഞ്ഞത്. ഇന്ത്യൻ ഭരണഘടനയിലെ 19-ാം വകുപ്പിലെ മനസാക്ഷി സ്വാതന്ത്ര്യപ്രകാരം ഇവിടെ ഒരാൾക്ക് മനസാക്ഷി അനുസരിച്ച് മതവിശ്വാസിയായി ജീവിക്കാനുള്ളതുപോലെ തന്നെ വേറൊരു വ്യക്തിക്ക് മനസാക്ഷി അനുസരിച്ച് മതം അംഗീകരിക്കാതെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഒരാൾക്ക് ദൈവത്തെ അംഗീകരിക്കാനുള്ള അവകാശം പോലെ മറ്റാൾക്ക് ദൈവത്തെ നിഷേധിക്കാനുള്ള അവകാശമുണ്ട്. അതാണ് 21-ാം വകുപ്പിൽ മനുഷ്യാവകാശം എന്ന പേരിൽ ജീവിക്കാനുള്ള അവകാശമായി ഉറപ്പിക്കുന്നത്. ഇതൊക്കെ കടലാസിൽ മാത്രം. ഈ ഒരു വെല്ലുവിളി രൂപാന്തരപ്പെട്ട് വരുന്നത് ഇന്ത്യയുടെ ഭരണഘടന അട്ടിമറിക്കപ്പെടുകയും മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെട്ട് അത് വർഗീയതയായി രൂപാന്തരപ്പെടുകയും ചെയ്ത രാഷ്ട്രീയ പശ്ചാത്തലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മുടെ സത്യം പറഞ്ഞാൽ വർഗീയതയുടെ ഒരു സുനാമി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് വന്നു കയറിക്കൊണ്ടിരിക്കുന്നു. ഇന്തോനേഷ്യ ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. പഴയ സുനാമി 6 ദിവസം കഴിഞ്ഞിട്ടാണ് കേരളത്തിൽ എത്തുക എന്നാണ് പറഞ്ഞിരുന്നത്. ഈ പുതിയ സുനാമി
ഇവിടെ തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ എല്ലായിടത്തും എത്താൻ കുറച്ച് മാസങ്ങൾ പിടിക്കും, അല്ലെങ്കിൽ 1, 2, 3 വർഷം പിടിക്കും എന്നാണ് എനിക്ക് ഭയമുള്ളത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന ചിന്താഗതി സമൂഹത്തിൽ വരണ്ടേ. എന്താണ് ഇതിനെ തടുക്കാനുള്ള മാർഗം? എന്താണ് ഈ വേലിയേറ്റം തടുക്കാനുള്ള മാർഗം? ചെറിയ ഇടക്കെട്ടുകൾ കെട്ടി ഈ വലിയ വേലിയേറ്റത്തെ തടുക്കാൻ കഴിയുമോ? കഴിയില്ല. എന്നാൽ ഇന്ന് വർഗീയതയ്ക്കെതിരായ ക്യാമ്പയിൻ എത്രമാത്രം ശക്തമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മതവിരുദ്ധമായ പ്രസ്ഥാനങ്ങൾക്ക് യഥാർത്ഥത്തിൽ വർഗീയവിരുദ്ധ ക്യാമ്പയിൻ ചെയ്യാൻ പറ്റൂ. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ മതത്തോട് ആഭിമുഖ്യമില്ലാത്ത പ്രസ്ഥാനങ്ങളും ആ ക്യാമ്പയിനിൽ വേണ്ടത്ര ശക്തമായി രംഗത്ത് വരുന്നില്ല. അടിക്കടിയും പിടിയും നടക്കുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ. പക്ഷേ ആയുധം കൊണ്ട് നേരിടുന്നതിന് പകരം ആശയം കൊണ്ട് നേരിടുന്ന ഒരാശയത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മാറാത്തോടത്തോളം കാലം വെല്ലുവിളിയെ നമുക്ക് നേരിടാൻ കഴിയുമോ എന്ന് സംശയമാണ്. വളരെ പ്രധാനം അതാണ്. ആയുധങ്ങൾ തുരുമ്പ് പിടിച്ചു പോകും. എത്ര മുന്തിയ ആയുധമായാലും കുറച്ച് ദിവസം കഴിഞ്ഞാൽ കെടുന്നു. ആശയങ്ങൾ ഓരോ മണിക്കൂർ കഴിയും തോറും കൂടുതൽ മൂർച്ച പിടിച്ചുകൊണ്ടിരിക്കും. ആശയങ്ങൾക്ക് ശക്തി കൂടും, ആശയങ്ങളുടെ മൂർച്ച കൂടും, ആശയങ്ങൾ വ്യാപകമായി നിലനിൽക്കും. അത് ഇന്നത്തെ തലമുറയിൽ മറ്റേ തലമുറയിലേക്ക് പോകുന്നത് വളരെ സുലളിതമാണ്, വളരെ എളുപ്പത്തിൽ കടന്നു പോകും. അതുകൊണ്ട് വാളുകളല്ല നമുക്ക് ആവശ്യം. ഇന്ന് നമുക്ക് ആശയങ്ങളുടെ കൊടുവാളുകളാണ് ആവശ്യം. ആ അർത്ഥത്തിലേക്ക് ആശയമണ്ഡലത്തെ ശക്തമായി ഉയർത്തിക്കൊണ്ടുവന്ന് മതവർഗീയ പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള ഗതിയെ തടുക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ നാം ശാസ്ത്രീയ ബോധവും ശാസ്ത്രീയ ചിന്തയും പ്രചരിപ്പിക്കണം. ഈ ശാസ്ത്രീയ ചിന്ത പ്രചരിപ്പിക്കുന്നതിനെയാണ് പ്രാഥമികമായി ഫ്രീ തിങ്കിങ് എന്ന് പറയുന്നത്. ഫ്രീ തിങ്കിങ് യഥാർത്ഥത്തിൽ ഫ്രീ തിങ്കിങ് അല്ല. ഒന്നിനോട് ഒരു ബന്ധമില്ലാതെ ആളുകൾ അങ്ങ് ചിന്തിക്കാൻ തുടങ്ങിയാൽ ആ ചിന്തയ്ക്ക് വട്ടാണെന്ന് പറയേണ്ടി വരും. എല്ലാ ഫ്രീ തിങ്കേഴ്സും കണ്ടീഷണൽ തിങ്കേഴ്സാണ്. അടിസ്ഥാനപരമായ ചില ലക്ഷ്യങ്ങൾ വെച്ചിട്ടുള്ള ചിന്തയിൽ അധിഷ്ഠിതമാണ്. ഞാൻ വിലയിരുത്തുന്ന ഫ്രീ തിങ്കിങ് അഥവാ യുക്തിചിന്ത, എൻ്റെ ഫ്രീ തിങ്കിങ് യുക്തിചിന്തയാണ്. ആ യുക്തിചിന്ത ശാസ്ത്രീയ ചിന്തയാണ്. ശാസ്ത്രീയ ചിന്ത അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ ചിന്തയ്ക്കൊരു മെത്തഡോളജി ഉണ്ട്. ആശയം പ്രചരിപ്പിക്കുന്നതിനൊരു മെത്തഡോളജി ഉണ്ട്. ആ മെത്തഡോളജിയുടെ കൂടെ പോയാൽ മാത്രമേ ചിന്തയ്ക്ക് തെറ്റുപറ്റാതിരിക്കുകയുള്ളൂ. ഒരാശയം ശുദ്ധമാകണമെങ്കിൽ, ശാസ്ത്രീയമാകണമെങ്കിൽ അത് വളർത്തിയെടുക്കുന്ന പാതയും ശാസ്ത്രീയമായിരിക്കണം. ശാസ്ത്രീയ രീതി എന്ന് പറയുന്ന രീതി സ്വീകരിച്ചുകൊണ്ട് ചിന്താമണ്ഡലത്തിലും ആശയമണ്ഡലത്തിലും സാമൂഹ്യ മണ്ഡലത്തിലും നമുക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ മാത്രമേ ആശയത്തെ സാമൂഹ്യവൽക്കരിക്കാൻ കഴിയൂ. അതുകൊണ്ട് ശാസ്ത്രീയ ചിന്ത എന്താണ്? ഞാനതിൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. സംശയിക്കുക, ചോദ്യം ചെയ്യുക, താൽക്കാലിക നിഗമനത്തിലെത്തുക. ആ താൽക്കാലിക നിഗമനങ്ങൾ എത്തിക്കഴിഞ്ഞാൽ അവ ശരിയോ തെറ്റോ എന്ന് പരിശോധിക്കുവാൻ നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തുക. നിരീക്ഷണ പരീക്ഷണങ്ങൾ നടത്തിക്കഴിഞ്ഞാൽ ആ നിരീക്ഷണ പരീക്ഷണങ്ങളുടെ ഫലങ്ങളെ സാമാന്യവൽക്കരിക്കുക. ഈ സാമാന്യവൽക്കരിക്കുന്ന തത്വത്തോടുകൂടി ശാസ്ത്രീയ സിദ്ധാന്തം രൂപാന്തരപ്പെടും. എല്ലാ ശാസ്ത്രത്തിലും എത്ര വലിയ ശാസ്ത്ര സിദ്ധാന്തമായാലും എത്ര ലളിത ശാസ്ത്ര സിദ്ധാന്തമായാലും സാമാന്യവൽക്കരണം എന്ന് പറയുന്ന അടിസ്ഥാനപരമായ 6ാമത്തെ പടവ് കടന്നാൽ മാത്രമേ ആ സിദ്ധാന്തം 100% ക്ലിയർ ആവുകയുള്ളൂ. വളരെ രസകരമായൊരു കാര്യം, ഒരു ശാസ്ത്ര സിദ്ധാന്തം കാലാകാലം നിൽക്കും എന്ന് ശാസ്ത്രകാരന്മാർ പറയില്ല. അതുകൊണ്ട് ശാസ്ത്രീയ ചിന്തയുടെ ഫലമായി എത്തുന്ന ഇന്നത്തെ ഒരു തീരുമാനം എന്നും പറയാൻ ഞാൻ ബാധ്യസ്ഥനല്ല, യുക്തിവാദി ആയതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ശാസ്ത്രീയ ചിന്ത സ്വീകരിക്കുന്നതുകൊണ്ട് തന്നെ. എന്താ കാരണം എന്നറിയോ? ചിന്ത നാം ഇന്ന് നടത്തിയ തെളിവിൻ്റെ ഫലമായി കിട്ടുന്ന ചിന്തകൾക്ക് നാളെ നടത്തുന്ന പരീക്ഷണത്തിൻ്റെ ഫലമായി ചില മാറ്റങ്ങൾ വരാം. എത്ര പരീക്ഷണങ്ങളാണ് അങ്ങനെ പൊളിഞ്ഞിട്ട് പുതിയ നിഗമനങ്ങൾ സ്വീകരിച്ചത്? അപ്പോഴേതെങ്കിലും ശാസ്ത്രകാരൻ മാനം കെട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇന്നലെ പറഞ്ഞത് മാറ്റി പറയേണ്ടി വന്നു, അതുകൊണ്ട് മാനക്കേടായി. ആത്മഹത്യ ചെയ്തിട്ടുണ്ട് ആരെങ്കിലും? ചെയ്യൂല. കാരണം എന്താണ്? ഇന്നലത്തെ ഒരു പരീക്ഷണത്തിന്റെ ഫലമായി ഒരു തീരുമാനം നാം മാറ്റുമ്പോൾ ആ ശാസ്ത്രജ്ഞൻ സത്യത്തിൽ സത്യത്തിൽ നിന്ന് ഉയർന്ന സത്യത്തിലേക്ക് ഒരു പടി ചവിട്ടിക്കയറുകയാണ്. ഇന്നലത്തെ പരീക്ഷണത്തിന് ഉപയോഗിച്ച ഉപകരണങ്ങൾ മാറി. ആ പരീക്ഷണത്തെക്കാൾ മെച്ചപ്പെട്ട ഉപകരണങ്ങൾ ഇന്ന് കണ്ടുപിടിച്ചു. ആ പുതിയ കണ്ടുപിടിച്ചപ്പോൾ ഇന്നലെ കണ്ടതല്ല ഇന്നത്തെ ഗവേഷണത്തിന് ഫലമായി കണ്ടത്. അതിൻ്റെ അർത്ഥം എന്താ? ഇന്നലത്തെ തെളിവിനേക്കാൾ മെച്ചപ്പെട്ട തെളിവിനെ ആധാരമാക്കിയിട്ടാണ് ഇയാളെ നിഗമനം പരിഷ്കരിക്കുന്നത്. അതുകൊണ്ട് അയാളുടെ തീരുമാനത്തിന് സത്യത്തിൻ്റെ തീവ്രത കൂടും. സത്യത്തിൽ നിന്ന് ഉയർന്ന സത്യത്തിലേക്കുള്ള പടവുകളാണ് ശാസ്ത്രം അങ്ങനെ നമുക്ക് ഒരുക്കി തരുന്നത്. അതുകൊണ്ട് ശാസ്ത്രീയ ചിന്ത സ്ഥിരമായ ഒരു ദർശനമല്ല. അതുകൊണ്ട് തന്നെ അത് സ്വതന്ത്ര ചിന്തയുടെ ഒരു ഭാഗമാണ്. സ്വതന്ത്ര ചിന്തകന് മാത്രമേ ഇന്നലത്തെ ഒരു അഭിപ്രായത്തിൽ പെശകുണ്ടെന്ന് തോന്നിയാൽ ഇന്ന് മാറ്റാനുള്ള സന്മനസ്സുണ്ടാവുകയുള്ളൂ. ആ സന്മനസ്സുള്ള ഒരാളെ നാം സ്വതന്ത്ര ചിന്തകൻ എന്ന് പറയാം.
പക്ഷേ ആ സ്വതന്ത്ര ചിന്ത സാമാന്യവൽക്കരണമെന്നും ഗവേഷണ നിരീക്ഷണങ്ങൾക്ക് വിധേയമായതാണെന്നും ഒരു ഉറപ്പ് വരുത്തിയിട്ടില്ലെങ്കിൽ സത്യവുമായി അതിന് ബന്ധമുണ്ടാവില്ല. അതിൽ സത്യവുമായി ബന്ധമുണ്ടാക്കിക്കൊണ്ടുള്ള ചിന്തയെ മുന്നോട്ട് കൊണ്ടുപോയും അതിനെ പരിഷ്കരിച്ചു കൊണ്ടിരിക്കുകയും വേണം. നമ്മുടെ ഭരണഘടനയിലെ 51A എന്ന് പറയുന്ന ഒരു വകുപ്പുണ്ട്. പൗരൻ്റെ കടമകളെക്കുറിച്ചാണ് അതിൽ പറയുന്നത്. അതിനെന്താ പറയണമെന്നറിയോ? ഒരു പൗരൻ ഇന്ത്യക്കാരനാണെങ്കിൽ അയാൾ ഏതാളായാലും തിരക്കടില്ല, ഏത് പാർട്ടിക്കാരനായാലും ഏത് മതക്കാരനായാലും തിരക്കടില്ല, അയാൾ ശാസ്ത്രീയ ചിന്ത പ്രചരിപ്പിക്കുവാൻ വ്യക്തിപരമായി കടപ്പെട്ട ആളാണ്. അതയാളുടെ ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ പരിഷ്കരണക്ഷമത, തൻ്റെ നിലപാടുകളിൽ മാറ്റം വരുത്തിക്കൊണ്ട് ഓരോ ദിവസവും പുതുമയെ സ്വീകരിക്കാൻ അയാൾ കടമയുള്ളവനാണ്. മാനവികത, മനുഷ്യത്വം, ഹ്യൂമനിസം പ്രചരിപ്പിക്കുവാൻ അയാൾ കടപ്പാടുള്ളവനാണ്. ഇതൊക്കെ ഭരണഘടനയിൽ എഴുതി വെച്ചതാണ് ഇന്ത്യൻ പൗരനെക്കുറിച്ച്. പക്ഷേ എത്ര പൗരന്മാർക്ക് ഇങ്ങനെ ഒരു വകുപ്പുണ്ടെന്ന് തന്നെ അറിയും? വളരെ കുറച്ച് ആളുകളുണ്ട്, അറിയും. ധാരാളം എഡ്യൂക്കേറ്റഡുള്ള ആളുകൾ നിയമ മേഖലകളിലൊക്കെ പരിചയമുള്ള ആൾക്ക് അറിയും. സാധാരണക്കാർക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. ആശയങ്ങൾ അവിടെ എത്തിയിട്ടില്ല വേണ്ടത്ര. നാം ഒരുപാട് ശാസ്ത്ര പ്രസ്ഥാനങ്ങളും ഒരുപാട് സാമൂഹ്യ ആശയ പ്രചരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ബഹുജനങ്ങളുടെ അടിസ്ഥാന ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും അവർ വരുത്തേണ്ട പരിവർത്തനങ്ങളെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഫലമായി അവരെ നമുക്ക് സ്വതന്ത്ര ചിന്തയിൽ ഉറപ്പിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ സ്വതന്ത്ര ചിന്ത ഉറപ്പിച്ചു നിർത്തുകയും സാമൂഹ്യ പ്രശ്നങ്ങളിൽ അത് അപ്ലൈ ചെയ്യുകയും വേണം. അപ്പോഴാണ് സമൂഹത്തിൻ്റെ രോഗചികിത്സയ്ക്ക് സ്വതന്ത്ര ചിന്തയെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആക്കാൻ സാധിക്കുക, ഒരു ഇൻജക്ഷൻ ടൂളാക്കി മാറ്റാൻ സാധിക്കുക. അത്തരമൊരു സോഷ്യൽ ഇടപെടലിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് സ്വതന്ത്ര ചിന്ത യുക്തിവാദ ചിന്തയായി രൂപാന്തരപ്പെടുന്നത്. യുക്തിവാദത്തിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. യുക്തിവാദം എന്ന് പറയുന്നത് കുറച്ച് ചിന്തിച്ച് അടുക്കളയിൽ പോയിരിക്കലല്ല. നേരെ മറിച്ച് അത് സാമൂഹ്യ ജീവിതത്തിൽ അതിന് പരിവർത്തനം വരുത്താനുള്ള സോഷ്യൽ ആക്ടിവിറ്റി എന്തോ അത് പ്ലാൻ ചെയ്ത് സമൂഹത്തെ പരിവർത്തിപ്പിക്കാൻ പ്രേരിപ്പിക്കലാണ്. അങ്ങനെ സ്വതന്ത്ര ചിന്തയെ സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ഒരു പടവാളാക്കി മാറ്റുന്നതോടുകൂടി മാത്രമേ സമൂഹത്തിൽ ചലനമുണ്ടാക്കുകയും അവരെ ജീവിതാവസ്ഥ തിരിച്ചറിയുകയും ഒരു പുതിയ ജീവിതാവസ്ഥയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുവാനുള്ള സ്വയംശേഷി അവർക്ക് ഉത്തേജിപ്പിക്കുകയും ആ സ്വയംശേഷിയെ ജനകീയവൽക്കരിച്ചുകൊണ്ട് ഒരു സാമൂഹ്യ പരിവർത്തനത്തിൻ്റെ ഒരു കൊടുങ്കാറ്റായി രൂപാന്തരപ്പെടുത്താനും കഴിയുകയുള്ളൂ. ഒരു കാര്യം ഉറപ്പാണ്, ഇന്ത്യയിലെ ഹിന്ദു വർഗീയത, മുസ്ലിം തീവ്രവാദവും, ഹിന്ദു വർഗീയത മാത്രമൊന്നുമല്ല ഇന്ത്യയിലുള്ളത് കേട്ടോ. നമ്മൾ ഭരണഘടനയുടെ ഞാൻ ആ പ്രശ്നം പറഞ്ഞുകൊണ്ട് ഹിന്ദു വർഗീയത മാത്രം പറഞ്ഞു പോയതാണ്. ഇന്ത്യയിലെ ഇസ്ലാമിക തീവ്രവാദം, മുസ്ലിം ന്യൂനപക്ഷമാണെന്ന് പറയുന്ന ഇസ്ലാമിക തീവ്രവാദം ഒട്ടും മോശമല്ല. അതിഭീകരമായ ഒരു പ്രതിസന്ധിയിലാണ് ഇസ്ലാം നിലനിൽക്കുന്നത്. ഇസ്ലാമിൽ തന്നെ ഒരു ഭാഗത്ത് മര്യാദക്കാരാണെന്ന് പറയുന്ന പഴയ ഇസ്ലാമിൻ്റെ ആളുകൾ, തീവ്രവാദികളാണെന്ന് പറയുന്ന പുതിയ ഇസ്ലാമിൻ്റെ ആളുകൾ. അതാ പിന്നെ നമ്മളെ സിറിയയിലും അൾജീരിയയിലും ഇറാഖിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ചോര വിപ്ലവം കണ്ടില്ലേ? വെടിവെച്ച് കൊല്ലുക മാത്രമല്ല, കഴുത്ത് വെട്ടി കൊല്ലുകയാണ്. എത്ര ലക്ഷം ആളുകളാണ് സിറിയയിൽ പിന്നെ അഭയാർത്ഥി? 10 ലക്ഷം ആളുകളാണ് കഴിഞ്ഞ ഒരു 5 കൊല്ലക്കാലം കൊണ്ട് സിറിയയിൽ അഭയാർത്ഥികളായി പോയത്. അതേപോലെ 2.5 ലക്ഷം ആളുകളെങ്കിലും അവിടെ വെട്ടിക്കൊല്ലപ്പെട്ടിട്ടുണ്ടത്രേ. അവിടുത്തെ അടിസ്ഥാന പ്രശ്നം എന്താ? സുന്നികളും ഷിയാക്കളും. സുന്നികൾ തീവ്രവാദികൾ, ആ തീവ്രവാദികൾ ഷിയാക്കളെ കൊന്നു നശിപ്പിക്കുക. ഷിയാക്കൾ തീവ്രവാദികൾ, അവർ സുന്നികളെ കൊല്ലുക. ഒരു മതത്തിൽ, ഒരു ദൈവം അവതരിപ്പിച്ച ഒരു മതത്തിലെ 2 മതവിഭാഗങ്ങൾ ഒരേ ഗ്രന്ഥം പഠിച്ചിട്ട് എങ്ങനെയാണ് ഇങ്ങനെ തമ്മിൽ തല്ലുന്നതെന്നൊന്ന് ആലോചിച്ച് നോക്കിയാട്ടെ. മതത്തിന് എന്ത് പറ്റി? എന്താണ് മതം? ഓക്കെ, അപ്പോൾ മതത്തിന് എന്ത് പറ്റി? അപ്പോൾ ഇത്തൊരു പ്രതിഭാസം ഇസ്ലാമിലും ഉണ്ട്. ഇവിടെ ഹിന്ദു മതത്തിന് മാത്രം ബാധിച്ച രോഗമൊന്നുമല്ല. അതുകൊണ്ട് ഇന്ത്യയിലുള്ള വിവിധ മതവിഭാഗങ്ങൾ മത തീവ്രവാദത്തിലേക്കും വർഗീയതയിലേക്കും ദേശീയ രാഷ്ട്രീയ വിരുദ്ധതയിലേക്കും കടന്നു വരുമ്പോൾ, ഭരണത്തെ അത് ജനകീയ വിരുദ്ധമാക്കി മാറ്റുമ്പോൾ, അങ്ങനെ ജനജീവിതം തന്നെ ദുഷ്കരമാകുമ്പോൾ, മാംസം കച്ചവടം ചെയ്യാനും പാടില്ല, മാംസം തിന്നാനും പാടില്ല, എന്ന് ഞാൻ എന്ത് തിന്നണം, എന്ത് പ്രവർത്തിക്കണമെന്നൊക്കെ വർഗീയവാദികളുടെ ഭരണകർത്താവ് പറയുന്നത് നടപ്പാക്കേണ്ടുന്നൊരവസ്ഥ വരുമ്പോൾ, ഇന്ന് പറഞ്ഞതല്ല, ഇനി നാളെ എന്തൊക്കെ പറയും നമ്മൾ കേൾക്കണം. അപ്പം അത്തരമൊരു അവസ്ഥയിൽ കടന്നു വരുമ്പോൾ മൗനം പാലിച്ചിരിക്കേണ്ട ഘട്ടമല്ല. വളരെ ഗൗരവമുള്ളൊരു പ്രശ്നമാണ്. ഈ പിന്നെ ഹിറ്റ്ലറുടെ നാട്ടിലുള്ള സംഭവങ്ങൾ പറയുമ്പോൾ ഒരു കവിതയുടെ ഒരു ആശയം ഞാൻ ഒന്ന് പറയാതെ അവസാനിപ്പിക്കാൻ പോവുക. അതെന്താ പറഞ്ഞത്? അവിടെ ഈ പിന്നെ ഹിറ്റ്ലറുടെ പിന്നെ ഫാസിസ്റ്റുകൾ ഓരോ വീട്ടിലും കയറി കമ്മ്യൂണിസ്റ്റുകാരെയും ജൂതന്മാരെയൊക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് കണ്ടിരിക്കുമ്പോൾ കവി ഒരു വീട്ടിലിരുന്ന് ചിന്തിക്കുന്ന വാർത്തയാണ് നമ്മളെ കവിതയിലുള്ളത്. എന്താ പറഞ്ഞത്? അടുത്ത വീട്ടിൽ ഈ ഫാസിസ്റ്റുകൾ കടന്നു കയറി. അപ്പം അതൊരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെ വീടായിരുന്നു. ഞാനൊന്നും മിണ്ടിയില്ല, കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റ് ആയിരുന്നില്ല. നേരിടുമ്പോഴേ ഞാൻ നോക്കൊണ്ട് മറ്റുള്ളവരെ നോക്കുമ്പോൾ നോക്കണ്ടല്ലോ. അയാൾ മൗനം പാലിച്ചിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അങ്ങേ വീട്ടിൽ വേറെ ഒരു സെറ്റ് വന്നു.
അവരവിടുത്തെ ന്യൂനപക്ഷ മതവിഭാഗത്തിൽപ്പെട്ട ആളുകളാണ്, ജൂതമതക്കാരായിരുന്നു. അപ്പം ഞാൻ കരുതി ജൂതമതക്കാരനല്ലേ, ഞാൻ എന്തിനാ ഇടപെടുന്നത്, ഞാനൊന്നും ചെയ്യാൻ പോകണ്ട. അങ്ങനെ പല വീടുകളിലും പല ആശയക്കാരെ ഇങ്ങനെ ഒടുക്കി ആ ഹിറ്റ്ലറുടെ സൈന്യം മടങ്ങിപ്പോകുമ്പോൾ അവസാനം ഇയാളെ വീട്ടിലേക്ക് കയറി വന്നു. അപ്പോൾ ആൾ ചുറ്റും നോക്കി, തനിക്ക് രക്ഷ തരാൻ ആരെങ്കിലും ഉണ്ടോ? ആരും ഉണ്ടായിരുന്നില്ല. എന്താ കാരണം? അപ്പോൾ മറ്റവരൊക്കെ ചിന്തിക്കാൻ പോലും കഴിവില്ലാത്തൊരവസ്ഥയിലേക്ക് അപകടാവസ്ഥ കടന്നു വന്നപ്പോൾ ഇയാൾ കാണിച്ച നീചമായ മനോഭാവം ആത്മഹത്യാപരമായിരുന്നുവെന്നും ആ ആത്മഹത്യാപരമായ വിഡ്ഢിത്തത്തിലേക്ക് ഇന്ത്യയിലെ പൗരന്മാരാരും പോകരുതെന്നും സൂചിപ്പിക്കാനാണ് ഞാൻ ഈ കവിയുടെ വാക്യങ്ങൾ ഉദ്ധരിച്ചത്. ഇന്ത്യ നേരിടുന്ന വെല്ലുവിളിയെ അങ്ങനെ ആത്മാഹുതി ചെയ്തുകൊണ്ടും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയി തടുക്കണം. അതിന് ആശയ സമരത്തിനെങ്കിലും നമുക്ക് കഴിവനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ അനുസ്മരണ പ്രഭാഷണം KM കൃഷ്ണപിള്ളയുടെ സ്മരണ നിലനിർത്തിക്കൊണ്ടും ഞാൻ എൻ്റെ ഈ അനുസ്മരണ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. നന്ദി.